എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ സംസാരിക്കണത് വാ അകത്തോട്ട് വാ. നവിന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി 26 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്. ഓ, അപ്പൊ നവീൻ പഠിച്ച വളർന്നതൊക്കെ ഈ വീട്ടിലാണ്. വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഈ നെറ്റിപ്പട്ടം മാറ്റിയിട്ട് നോക്കണം, അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തോ അതിനുള്ളിലുണ്ട്. അപ്പൊ അതിനകത്ത് നവീൻ, അതൊക്കെയാണ് നവീന്റെ രഹസ്യങ്ങൾ. ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് ശുണ്ടി എടുക്കുക, അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക, അതല്ല. അതൊരു 35 ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 35ാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനമൊക്കെ പോയി. കാര്യം ആ ഒരു ഷോ അങ്ങനത്തെയാണല്ലോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി 35 ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നേരെ പുറത്തോട്ട് വന്നിട്ട് ഞാൻ ഈ പറയാനുള്ള തെറികൾ മുഴുവനും ഞാൻ ആ കാരവണിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തു പോകുന്നു പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചു, അപ്പൊ എന്നെ കണ്ട് എന്താ മോനെ വിശേഷം, അവന്റെ ഗന്ധർവ വേഷം നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയി. കാര്യം ഇതൊക്കെ ഇദ്ദേഹത്തിന് കാണാൻ സമയം കിട്ടുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹമാണ്. എത്ര വിളിക്കാറുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല ഞാൻ വിളിക്കാറുണ്ട്, വിളിക്കാറുണ്ടല്ല. അത് നമ്മുടെ ശരിക്കുള്ള മാവ്. അത് ശരിക്കുള്ള മാവ്. അമ്പഴങ്ങ ഉണ്ടല്ലോ, ഇവിടെ അമ്പഴങ്ങ ഉണ്ട്. ഓക്കെ ആന്റി, ഇവിടെ പച്ചക്കറികളൊന്നും നിങ്ങൾ വെച്ചിട്ടില്ല അല്ലേ? അമ്പഴങ്ങ ഉണ്ട്. ഇത്ര ഭംഗിയുള്ള മാങ്ങ. നിങ്ങൾ ഒരു മാങ്ങയെങ്കിലും അതിൽ നിന്ന് കഴിച്ചോ? ഉണ്ടാക്കിയ മാങ്ങയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് ഫാദർ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സംതിങ് സ്പെഷ്യലിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മളൊരു ഹോം ടൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആരുടെ വീടെന്നുള്ളതാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ ആയിക്കോട്ടെ, ജഗദീശേട്ടൻ്റെ ആയിക്കോട്ടെ, ജഗദീഷ് ഏട്ടൻ്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ഇവരുടെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. അത് നമുക്ക് ഇവരോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഇവർ ഒരു സിനിമയിൽ നോക്കിയാൽ ഒരു സിനിമയിൽ മാത്രമല്ല, ഒരേ സമയം തന്നെ ഇവർ അപ്പോൾ റിലീസാവുന്ന മിക്ക സിനിമയിലും തന്നെ, അല്ലെങ്കിൽ എല്ലാ സിനിമയിലും തന്നെ ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ ഇവരുടെ ഡിഫറെൻറ്റ് കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം പിടിച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും. അതേപോലെ നമ്മൾ സീരിയലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം മിക്ക സീരിയലുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മുഖമുണ്ട്. അതെ, അതാണ് നവീൻ്റെ മുഖം. അങ്ങനെ നമ്മുടെ സീരിയൽ പ്രേക്ഷകരുടെ എല്ലാം മനസ്സ് കീഴടക്കിയ നവീൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. കൊച്ചി തമ്മനത്താണ് ഇവിടെ നിൽക്കുന്നത്. നല്ല കുറേ ചെടികളും ഒക്കെയുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഹൗസ്. നമുക്കിനി നവീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തുന്ന കാര്യം. അവരവിടെ റെഡിയാണ്. നമുക്കപ്പോൾ ചെന്ന് വീടിനകത്ത് ഒന്ന് കാണാം. ഹലോ, സുഖം. മൈക്കൊക്കെ വെച്ച് എന്നാലും നിങ്ങൾ പറയണൊക്കെ കിട്ടുള്ളൂ. ഞാനിവിടെ കാത്തിരിക്കണം. ഇപ്പൊ വരും. പക്ഷെ കോള് വന്നതിന് മുമ്പ് ഞങ്ങളിങ്ങ് വന്നു, റെഡിയായി. ഇടിച്ച് കയറി. ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നേരെ അങ്ങ് വരാന്ന് വിളിക്കും പറഞ്ഞു. പക്ഷെ വിളി വന്നില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ സംസാരിക്കണത് വാ അകത്തോട്ട് വാ. വരൂ. എത്ര വർഷങ്ങൾക്ക്. ഹലോ, ഇത് അമ്മ, വൈഫ്. ഹലോ അമ്മ. ഇത് വൈഫ് സിനി. ഹായ്. മോൻ അപ്പുക്കുട്ടൻ ഏത് ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? ഗ്രിഗോറിയൻ. ഒരാളല്ലല്ലോ, രണ്ട് കുട്ടികളില്ലേ? മോളിപ്പോ എക്സാം നടന്നുകൊണ്ടിരിക്കണേ. ഓ, പിന്നെ എക്സാം ഉണ്ടോ? 12th എക്സാം ഇപ്പൊ ഉടനെ ഉണ്ട്. അപ്പൊ അതിന്റെ സ്റ്റഡി ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പഠിപ്പിന്റെ അച്ഛന് കാര്യമായിട്ടുള്ള അച്ഛന്മാരോട് ചോദിച്ചാൽ കുട്ടികൾ ഏത് ക്ലാസ്സിലാണ്, എന്താണ് പഠിക്കുന്നത് പണി കിട്ടും. സിനി, ആ മൈക്ക് വെച്ചോ. അപ്പൊ നമ്മളിങ്ങനെ ഇന്ന് സംസാരിക്കാതെ ഇരിക്കാലോ. നമുക്ക് ആദ്യം വീടൊക്കെ ഒന്ന് കാണട്ടെ. ആദ്യം ചോദിക്കട്ടെ, അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ. അമ്മേന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ മതി. ഇവിടെയാണോ നവീൻ ജനിച്ചു വളർന്ന വീട്? കല്ലൂര്. അപ്പൊ ഈ വീട്ടിലേക്ക് വന്നതോ? ഈ വീട്ടിൽ വന്നിട്ട് 26 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ജനിച്ചു വളർന്നതൊക്കെ കലൂര് ദേശാഭിമാനിയിലാണ്. അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി 26 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്.
അപ്പൊ നവീൻ പഠിച്ച ഐ മീൻ വളർന്നതൊക്കെ ഈ വീട്ടിലാണ്. വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ. ഈ ചെടിയും കാര്യങ്ങളുടെ ഒക്കെ ചെടി കാര്യങ്ങളെല്ലാം എന്റെ അമ്മയുടെ ആയിരിക്കും. അമ്മയുടെയും ഫാദറാണ് കൂടുതൽ ചെയ്യുന്നത്. അതെ അതെ. ചെടി പരിപാടികൾ, ചെടി പരിപാടികള്, ഇതുണ്ട മീനിന്റെ പരിപാടികൾ, എല്ലാ പരിപാടികളും ഉണ്ട് പുള്ളിക്ക് ഈ പ്രകൃതിപരമായിട്ട് വളരെ കണക്റ്റഡാ. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. മോൻ ഇഷ്ടാണോ ഫിഷും കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ വീട്ടിലുണ്ടോ പെറ്റ്? നവീന് വേറൊരു വീടില്ലേ? എനിക്ക് വെണ്ണലയിൽ ഒരു വീടുണ്ട്. അപ്പൊ നിങ്ങൾ ഫുൾ ടൈം അവിടെയാണ്? ഞങ്ങൾ ഫുൾ ടൈം അവിടെയാണ്. അപ്പൊ ഫാദറിന് ഭയങ്കര ആഗ്രഹം വരുന്നത് ഇവിടെ നടത്തണം, ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ള കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. പിന്നെ പുള്ളി ഇപ്പൊ ബിസിനസ് ആണ് നമ്മുടെ സൗത്തില്, എറണാകുളം സൗത്തില്. അങ്കിള് നേരത്തെ പോയി ഷോപ്പ് ഓപ്പൺ ചെയ്യണ്ടേ. 1 gram ഗോൾഡിന്റെ ബിസിനസ് ആണ്. ആണോ? പുള്ളിക്കാരൻ രാവിലെ പോയി അങ്ങോട്ട്. ഓക്കെ. അപ്പൊ മോന് ഏത് വീടാ ഇഷ്ടം? ഈ വീടാണോ വെണ്ണലയിലെ വീടാണോ? അതെന്താ ഈ വീട് ഇഷ്ടപ്പെടാൻ കാരണം? ചെടികളൊക്കെ ഉണ്ട്. പിന്നെ വേറെ പെറ്റ്സ് ഉണ്ടോ ഇവിടെ? പിന്നെ പെറ്റ്സ് ഉണ്ടാന്നാ മുകളിലുണ്ട്, സൈഡിലുണ്ട്, എവിടെയൊക്കെയാണ് ഇല്ലാത്തതെന്നേ ഉള്ളു. എത്ര പെറ്റ്സ്? പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരുപാട് വെറൈറ്റി ഓഫ് തത്ത, പിന്നെ ഈ പറഞ്ഞ പോലെ ഫിഷ്, പിന്നെ കിളികള്, പിന്നെ മുകളിൽ ഒരു റൂഫ് ഗാർഡൻ ഉണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. ഞങ്ങളെ കാണിച്ചു തരൂ. നമുക്ക് ആദ്യം വീട് ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടോടെ. ഇതാണ് നവീൻ. അപ്പൊ മനസ്സിലായല്ലോ, നവീൻ വളർന്ന വീട്ടിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ലിവിംഗ് റൂം ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ബെഡ്റൂംസ് ആണോ? അത് 2 ബെഡ്റൂംസ് ആണ്. 3 ഉണ്ട്. ഓ, ഇവിടെയുണ്ട് ഒരു ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിലേക്കൊന്നും നമ്മൾ കേറുന്നില്ല. ഇതൊരു ബെഡ്റൂം. നവീന്റെ റൂം എവിടെയാ? അത് ഞങ്ങൾക്ക് കാണും. ഇപ്പോഴത്തെ റൂമിന്റെ അവസ്ഥ നോക്കാതെ ഞാനൊന്നും ആകെ ഒളിഞ്ഞു നോക്കാം, എന്നിട്ട് കൊള്ളാവുന്ന അവസ്ഥയാണ് നോക്കുന്ന നാട്ടുകാരെ കാണിച്ചു കൊടുക്കാം. ഇത് 2 ബെഡ്റൂം. ഓക്കെ. അതൊരു ബെഡ്റൂം, കിച്ചൺ. ഓക്കെ, അതാണ് സംഭവം. ഇതിനിടയിൽ ഞാൻ വന്ന് കയറിപ്പോ കണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ ഈ നെറ്റിപ്പട്ടം കണ്ടോ? ഞാന് നവീന്റെ എന്തോ ഉണ്ട്. അപ്പൊ കള്ളൻ ഞാൻ ഇവിടെ നവീന്റെ വീട്ടിലേക്ക് ഇന്ന് ഹോം ടൂർ എടുക്കാൻ പോകുന്ന പറഞ്ഞപ്പോ എന്റെ അടുത്ത് കുറച്ച് പേര്, ഒരാളൊന്നും അല്ല, എന്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു, രമ്യ അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നെറ്റിപ്പട്ടം കാണും, നോക്കിക്കോണം. ആ നെറ്റിപ്പട്ടമാണ് നവീന്റെ കംപ്ലീറ്റ് ഒരു വിജയ രഹസ്യത്തിന്റെ കാരണം. ഈ വീട്ടിലുണ്ട്, പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ അവര് പറഞ്ഞു, ഈ നെറ്റിപ്പട്ടം രമ്യ മാറ്റിയിട്ട് നോക്കണം, അതിന്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന്റെ ഉള്ളിൽ എന്തോ ഒരു അതെന്തോ ചിലപ്പോ കറണ്ട് ബില്ല് അങ്ങനെയുള്ള ബില്ലുകളൊക്കെ ചിലപ്പോ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കണം. കറണ്ട് ബില്ലൊക്കെ ഉള്ള സംഭവം ഉണ്ടോ? നോക്കിക്കേ, എന്തോ അതിനുള്ളിലുണ്ട്. അപ്പൊ അതിനകത്ത് നവീൻ, അതൊക്കെയാണ് നവീന്റെ രഹസ്യങ്ങൾ. എന്താണത്? ഇതിന്റെ അകത്തൊന്നുമില്ല. എന്നാലും നവീന്റെ വീട്ടില് ഞങ്ങൾ വന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവീന് തന്നെ എന്തൊക്കെയോ നവീൻ എന്തോ ഉണ്ടോ. ഞാൻ ഡൗട്ട് അടിച്ചിരിക്കണം, നീ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങിക്കണ്ടപ്പോ ഞാൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചോ, ഞാൻ അറിയാതെ അച്ഛനും അമ്മ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ഒപ്പിച്ചോന്നൊരു ഡൗട്ട്. പക്ഷെ നവീൻ ഞാൻ കേട്ട കാര്യമാണ്, നെറ്റിപ്പട്ടം ഭയങ്കരമായിട്ട് നവീൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അതാണ് എന്തോ നവീന്റെ ഒരു സക്സസിന്റെ. തീർച്ചയായിട്ടും നെറ്റിപ്പട്ടം നമ്മുടെ വീടിന്റെ മുമ്പിൽ വെക്കുന്നത് ഒരു ഐശ്വര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനച്ചന്തം, ആനക്ക് ഒരു ഭംഗി കൊടുക്കുന്ന നെറ്റിപ്പട്ടമാണല്ലോ. തീർച്ചയായിട്ടും ഉത്സവത്തിന്റെ കണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ഭംഗി. നെറ്റിപ്പട്ടം ഇവിടെ ചാർത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-25 വർഷമായിട്ടുണ്ട്. ഇതോ 25 years ആയിട്ടുള്ള. പിന്നെ നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാ മാസവും നീറ്റാക്കി ക്ലീൻ ചെയ്യും. അല്ലേ, എന്തൊക്കെയല്ലേ പറയണ്ടെന്ന്. അത് എത്ര നാളെ എനിക്കറിയില്ല സത്യം, എത്ര നാളായിട്ട് കട്ട് ചെയ്യൂ. അതെ, വീട്ടിലൊരെണ്ണം കൊല്ലായിട്ടേ ഉള്ളൂ. 10 കൊല്ലം. നിങ്ങൾ ആഡ് ചെയ്യണത്. അല്ലെങ്കിലും ഇത് 20 കൊല്ലാന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് അടിക്കും. ഞാനൊന്ന് കൈ നിട്ട് നോക്കി, പക്ഷെ പൊളിഞ്ഞായി. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം. പക്ഷെ ഇല്ല ആന്റി, നമ്മൾ അങ്ങനെ കേട്ടു. അത് ഈ ഒരു നെറ്റിപ്പട്ട്, അത് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം, ഇഷ്ടം, ഇത് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അത് വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഇപ്പൊ നവീന്റെ ലൈഫിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ വെണ്ണലയിലെ വീട്ടിൽ നെറ്റിപ്പട്ടം വെച്ചത്? സത്യത്തിൽ നെറ്റിപ്പട്ടം ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഓക്കെ. പിന്നെ അതിന്റെ പുറകില് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കൊരു വിശ്വാസം കേട്ടോ,
രമ്യ അങ്ങനെ പറഞ്ഞു. രമ്യയുടെ വീട്ടിലുണ്ടാ? എന്റെ വീട്ടിലുണ്ട്. അല്ല അത് വെച്ചതിന് ശേഷം 2 അവാർഡൊക്കെ കിട്ടിയല്ലോ, അപ്പൊ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അത് എന്തുകൊണ്ട് വരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ മസാല ഇത്ര ഇട്ട മനുഷ്യനല്ലേ, ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിൽ പോയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്തൊരു എക്സ്പ്രഷൻ ആണ് നവീൻ ഇടുന്നത്, എന്തൊരു കൊടുക്കാനായിട്ട് അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ വാക്കുകൾക്ക് ക്ഷാമം, വാക്കുകൾക്ക് ഭയങ്കര ക്ഷാമം. അവർ ഈ ഫ്രെയിമും കൂടെ എക്സ്പ്രഷനിലൂടെ ആയിരുന്നു അത്, എന്താ പറയുന്നത്, ഇതാക്കിയത് പൊതുവെ. പിന്നെ ആണോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമുള്ളതിനൊന്നും ചുണ്ടി എടുക്കൂല. ഇല്ല, അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഡെയിലി ബേസിസിൽ ചുണ്ടി ഉണ്ടാവില്ലേ? പിന്നെ അപ്പൊ ഇന്നിപ്പോ ചുണ്ടി എടുത്ത് എന്ത് കാര്യത്തിന്? ഇന്നിപ്പോ ഞാൻ ഇച്ചിരി ലേറ്റ് ആയി വരാം. അപ്പൊ അതിന് ചുണ്ടി എടുത്തു. അല്ല, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സമയങ്ങളിലും ഞാനാണ് ലേറ്റ് ആവുന്നത്. പുള്ളിക്കാരിയാണ് എപ്പോഴും അതിനെ കുറിച്ച് എപ്പോഴും എന്നാ. അല്ല, ഒരു പ്രാവശ്യം നമുക്ക് തിരിച്ചു കൊടുക്കാൻ അവസരം കിട്ടും. കിട്ടിയൊരു അവസരം വരുന്നത്. അപ്പൊ ഞാനും ആലോചിച്ചു കിട്ടിയൊരു അവസരം വെറുതെ ആക്കിയില്ല. എന്താ ലേറ്റ്, അവർ എത്ര നേരം വന്നേക്കണെന്ന് അറിയോ? പുള്ളിക്കാരി അവിടെ എന്റെ താമസിക്കുന്ന വീട്ടിലായിരുന്നു. അപ്പൊ കൂട്ടാണ്ടങ്ങ് പോന്നു. കൂട്ടാണ്ട് പോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന് വേഗം വരണം എന്ന് പറഞ്ഞ് അപ്പൂ പറഞ്ഞു. അല്ല, എന്നാലും നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ടേ ചുണ്ടി എടുക്കണ്ട, അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം ഇങ്ങനെ. ഞാൻ പറയില്ലേ, ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് ചുണ്ടി എടുക്കുക, അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കുക, അതല്ല. അതൊരു 35 ദിവസം അവിടെ നിന്ന് സമാധാനമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. 35ാമത്തെ ദിവസത്തിലൂടെ ആയപ്പോഴേക്കും എന്റെ സമാധാനമൊക്കെ പോയി. കാര്യം ആ ഒരു ഷോ അങ്ങനത്തെ ആണല്ലോ. നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്നു, എത്രത്തോളം പ്രൊവോക്ക് ചെയ്യുന്നു, അതിന്റെ അപ്പുറമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആദ്യമേ വൈഫിനോട് പറഞ്ഞിട്ടാ പോയത്, കൂടിപ്പോയി 2 ആഴ്ച അതിന്റെ അപ്പുറം ഞാൻ നിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അല്ല, എന്താ കാര്യം വെച്ചാൽ അല്ല അത് അതിനൊരു ഇതുണ്ട്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ശ്രീനിഷ്, പേളി മണി, പിന്നെ അതൊരു മണിക്കൂട്ടനൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്റെ ബ്രോന്റെ സ്വഭാവം അവിടെ കാണിക്കരുത്, തിരിച്ചിറങ്ങേണ്ടതാണ്, തിരിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ടാവട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ ഞാൻ എന്താ പറയേണ്ടത്, അവിടെ പിന്നെ വേറെ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചിങ്ങനെ നിന്ന് കാര്യം, എന്താ പറയാ, എന്തെങ്കിലും ഒരു വാക്കിന്റെ വായിന്ന് വരും തെറിയായിട്ട്. പക്ഷെ ഒരു തെറി വന്ന അതിന്റെ ഉള്ളിൽ അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് സാധനം പുറത്തോട്ട് വന്നു. പറഞ്ഞതാണ് അതിപ്പോ ആ ഒരു 35 ഡേയ്സിന്റെ ഇതല്ലേ, ബിഗ് ബോസ് അല്ലല്ലോ നമ്മുടെ ലൈഫ്. അല്ല, എന്നാലും ഒരു 35 ഡേയ്സ് ഇങ്ങനെ നിങ്ങളുടെ ഇതുപോലെ നമ്മളല്ലാണ്ടാവുകയാണ് കുറെ സമയങ്ങളിലെങ്കിലും. അല്ല, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ ഫുള്ള് അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇവരൊക്കെ പറഞ്ഞെന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കണേ. കാര്യം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാൽ പുറത്ത് ഇവര് വൈഫ്, കുട്ടികളൊക്കെ, ഫാമിലിയൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിന് സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമാണ്. കാര്യം ഞാൻ ഇത്ര അധികമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് കുറച്ച് ചെയ്തിട്ട് തന്നെ എനിക്ക് ചീത്തവിളിയായിരുന്നു. കാര്യം ഈ PR വർക്കും ഫാൻ ഫോളോവേഴ്സ് കുറെ അങ്ങനത്തെ ആ ഒരു ടൈമിലുണ്ടാവും. ഒരു 3-4-5 മാസം വരെ അതിന് കുറെ ആൾക്കാരും കുറെ പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, ഓർപ്പിക്കലാവുന്നു എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇറങ്ങിയപ്പം 35th ഡേ അതിൽ നിന്ന് ഇറങ്ങിയപ്പോ ശരിക്കും നവീൻ ഒരു റിലാക്സ്ഡ് ആയിരുന്നോ? റിലാക്സ്ഡ് ആയിരുന്നില്ല. 35 ഞാൻ സത്യം പറഞ്ഞ അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി 35 ദിവസം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ നേരെ പുറത്തോട്ട് വന്നിട്ട് ഞാൻ ഈ പറയാനുള്ള തെറികൾ മുഴുവനും ഞാൻ ആ കാരവണിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തു പോകുന്നു പറഞ്ഞു. പിന്നെ കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഒരു നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ച് എത്രയെന്ന് വെച്ച് പിടിച്ചു വെക്കും നമ്മള്. ഇവിടെ അല്ല, ഇവിടെ. അപ്പം എന്താ പറയണ്ട, അത് ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും. കാര്യം നമ്മൾ വേറൊരു ഇതിൽ നിന്നാണല്ലോ വന്നേക്കണത്. പിന്നെ എനിക്കിപ്പോഴും മനസ്സിലാത്ത ഒരു കാര്യം, ഇങ്ങോട്ട് പോണ ആരോഗ്യത്തിന് നല്ലത്. കുറച്ചുകൂടി രസമായിരിക്കും. നമുക്ക് സംസാരിക്കാം, കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടേ പോവാം. അപ്പൊ ഈ പേഴ്സണൽ ഗ്രഡ്ജസ് പറഞ്ഞാൽ ഞാനിപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇത്രയും കൊല്ലങ്ങളായി എന്നിട്ടും ഇപ്പോഴും പലരും ആ കാര്യങ്ങള് അതിനെ കുറിച്ച് ഡിസ്കസ് ഉള്ളിൽ വെച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, എന്തിനാണ് അതൊക്കെ കഴിഞ്ഞില്ലേ, ആ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്കാം അതിന്റെ കാര്യങ്ങള്. പക്ഷെ ഇപ്പോഴും ഞാനും വന്നിട്ട് ചോദിക്കുന്നത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു ബിഗ് ബോസിലോട്ട്. ഞാനില്ലേ, ഇതാണോ കിളികൾ? ആഹാ, കൊറേ പേരുണ്ടല്ലോ. സംസാരം കേട്ടിട്ട് ഭയങ്കര ഒരു ആഗ്രഹമുള്ള പോലെ ഉണ്ടല്ലോ. ഡാഡിയുടെ പെയിന്റിംഗ് ആണ്. ഓ, പെയിന്റ് ചെയ്യും.
ഇതെല്ലാം എന്റെ ഫാദറിന്റെ ക്രിയേറ്റിവിറ്റി ആണ് ഈ കാണുന്ന കൊള്ളാം. കാക്ടസ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാക്ടസ് ഉണ്ട്. എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കരുത്. ഇല്ല എന്റെ വീട്ടിലുണ്ട് കുറെ സംഭവങ്ങളൊക്കെ, ചെടികളൊക്കെ. അപ്പൊ പിന്നെ അറിയാം. ബ്യൂട്ടിഫുൾ. ഇതെല്ലാം അങ്കിളിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. എല്ലാം എന്റെ ഐഡിയ കൂടി അതെ അച്ഛനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്. ഡാഡി ഉണ്ടാക്കിയ ഓരോ ഇതൊക്കെ ഫാദർ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ആണോ? നവീന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അച്ഛൻ നന്നായിട്ട് പെയിന്റ് ചെയ്യൂ കേട്ടോ. ഉള്ളിൽ അച്ഛൻ പെയിന്റ് ചെയ്ത 1-2 പിക്ചേഴ്സ് ഒക്കെ ഞാൻ കണ്ടു. അതെ ഏത് അപ്പു പറഞ്ഞ ആ ഫൗണ്ടനും ഫാദർ ഉണ്ടാക്കിയതാണ്. ആഹാ, ഈ തത്തമ്മ ഇതെല്ലാം പുള്ളി അത് സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത്. തത്തമ്മയല്ല, തത്തമ്മ ഓൾറെഡി പുറത്തുനിന്ന് പഠിക്കണല്ലോ. അല്ല, അത് മനസ്സിലായി. അല്ല, ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചതൊക്കെ ചെടിച്ചട്ടിയിൽ സംഭവം എല്ലാം കല്ലൊക്കെ ഒട്ടിച്ച് എന്നിട്ട് ഇതെങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു. അതെ കൊള്ളാം. പക്ഷെ അങ്കിളിനെ കാണാൻ പറ്റിയില്ല, അതാണ് അങ്കിളിനെ മിസ് ചെയ്ത്. ഇത്രയൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള. അതെ, കണ്ടു പഠിക്കും മോനെ. ഇതും ഫാദർ ചെയ്താണ്. ഓക്കെ. നവീൻ ബിഗ് ബോസ് അവിടുന്ന് ഇറങ്ങി ഉടനെ നേരെ സീരിയലിലേക്ക് തന്നെ തീർച്ചയായിട്ടും. കാര്യം ഞാൻ ഫസ്റ്റ് അഭിനയിച്ച അതിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗന്ധർവനായിട്ട് അഭിനയിച്ചത്, അതും ഫ്ലവേഴ്സില്. അതിൽ ഒരു ചിരിക്കണ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇനി കുറച്ചു നേരം ഇവിടെ സംസാരിക്കാം. നിങ്ങൾ കണ്ടുവരട്ട് പേടിപ്പിക്കരുത് കേട്ടോ. സ്വഭാവം എന്റെ ഭാര്യ തന്നെ പറഞ്ഞോ പറയണേനെന്താ പറയൂ ശരി, സത്യങ്ങളൊക്കെ സ്വഭാവം അതനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ട് ദൈവം കൊടുത്തു. ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് നോക്കി. ഈ നവീൻ കണ്ടുരുട്ടി പലതും ഇങ്ങനെ പറയരുതെന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഇനി സത്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടി കേക്കട്ടെ. സത്യമൊന്നുമില്ല, അവനവൻ ആഗ്രഹിച്ചത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ആഗ്രഹിച്ച ആ സ്വഭാവത്തിനൊത്തത് അങ്ങോട്ട് കിട്ടി. ഒരിക്കലുമല്ല ഗന്ധർവനാണോ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. ഇവള് പറഞ്ഞിട്ട് കണ്ടന്റ് കൊടുക്കണ. അല്ല, അതിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അതിന്റെ അടുത്ത് പറഞ്ഞു ഒരു ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ ഉറപ്പായിട്ടും ചെയ്യാന്ന് പറഞ്ഞു. ഭയങ്കര ഒരു ഭാഗ്യമുള്ള ഗന്ധർവനായിട്ട് കിട്ടുക എന്നൊക്കെ പറയണം. അപ്പോൾ ഗസ്റ്റ് റോൾ ആണ്, ചെയ്തു. പിന്നെ വേറെ കാര്യമുണ്ട്, അത് എനിക്ക് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം. അത് നമ്മൾ ഫിനാലേക്ക് നമ്മൾ തിരിച്ചു കയറിയായിരുന്നു ബിഗ് ബോസിൽ. അന്ന് ചെന്നപ്പോ ലാലേട്ടൻ ചോദിച്ചു, അത് എന്താ പറയാ, ഞാനപ്പോ ആലോചിച്ച് അദ്ദേഹം ഇതൊക്കെ ഇനി ആരെങ്കിലും പറഞ്ഞാണോ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പേഴ്സണലി കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഈ പറയുന്ന പോലെ മോനെ നിന്റെ ഗന്ധർവേഷം നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മൾ അതല്ലല്ലോ പ്രതീക്ഷിക്കണം. അവിടെ ഇങ്ങനെ കാണുന്നു, അദ്ദേഹം വരുന്നു, സംസാരിക്കുന്നു, ജസ്റ്റ് കാഷ്വൽ ടോക്ക്. അപ്പൊ എന്നെ കണ്ട് എന്താ മോനെ വിശേഷം, മോന്റെ ഗന്ധർവ വേഷം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയി. കാര്യം ഇതൊക്കെ ഇദ്ദേഹത്തിന് കാണാൻ സമയം കിട്ടുന്നുണ്ടോ? കാര്യം ഇത്രയും സീരിയൽ ഞാൻ പറയില്ല, ഇപ്പൊ അഭിനയിക്കണ 42ാമത്തെ സീരിയലിലോട്ടാണ് ഇപ്പൊ അഭിനയം. ഇത്രയും സീരിയൽ അഭിനയിച്ചിട്ട് ഇതൊരു ഗസ്റ്റ് റോൾ ആയിരുന്നു. പക്ഷെ ലാലേട്ടൻ അത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അതൊരു ഭയങ്കര ഒരു സന്തോഷമായി പോയി. സീരിയലിന്റെ ആണെങ്കിൽ പോലും ഈ സെൻസർ ചെയ്തിട്ട് വേണം ഇനി സീരിയൽ ഇറക്കുക എന്നുള്ളതും ഈയിടെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സീരിയൽസ് നമുക്കറിയാം, ഈ മെഗാ സീരിയൽസ് ഏതാണെങ്കിലും ലാസ്റ്റ് മിനിറ്റ് തലേദിവസം രാത്രിക്കാണ് പിറ്റേ ദിവസം പോകേണ്ടതൊക്കെ. രാത്രിക്കാണ് ഡബ് ചെയ്ത് മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ അവർ ഔട്ട് റെഡിയാക്കി കൊണ്ടുവരുന്നത്. നമ്മൾ അങ്ങനെ എത്രയോ കേൾക്കുന്നുണ്ട്. സീരിയൽസ് എപ്പോഴും അങ്ങനെയാണ്, നേരത്തെ സിനിമ പോലെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇനി അത് സെൻസറും കൂടെ ചെയ്തിട്ടേ അത് റിലീസ് ടെലികാസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറയണതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇനി സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ രമ്യ പറയണ പോലെ ഒരുപാട് എന്താ പറയണ്ട, ഈ വയലൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കൊണ്ട് വയലൻസ് ചെയ്യിപ്പിക്കുക, ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പിന്നെ ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയുക, അങ്ങനെ ഒരുപാട്. ഞാൻ അങ്ങനെ കുറെ ഇതൊക്കെ കണ്ടു. ഞാനിങ്ങനെ ആലോചിച്ചു ചില പ്രോജക്ട്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്തിനാ ഇത്രയും വയലൻസ് കാണിക്കുന്നത് എന്നൊക്കെ അറിയാം. ഓവർ വയലൻസ് തൊട്ട് പിന്നെ വേറെ കാര്യമാണ്, സീരിയലിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അമ്മായിമ്മ പോര് തമ്മിലടി, പരദൂഷണം, കൂട്ടത്തല്ല്, അവിഹിതം, ഇത്തരം സാധനങ്ങൾ ചേരുവകൾ ബിഗ് ബോസിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസില് നന്നായിട്ട് ഇപ്പൊ നമ്മള് സംസാരിച്ച് നല്ല സന്തോഷമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അവിടെ അടി ഉണ്ടാവണം. അടി ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ സാധനം കൂടെ കത്തുള്ളൂ. കണ്ടാ ഞാൻ പറഞ്ഞില്ല, അവൻ പ്രതികരിക്കും ഞാൻ പറഞ്ഞില്ല, നോക്ക് അറിഞ്ഞാ മറ്റവൻ ഒച്ച ഉണ്ടാക്കിയിട്ട എന്ന് പറഞ്ഞ പോലെ ഈ സീരിയൽ ഇതുപോലെ പറയാറുണ്ട്. അറിഞ്ഞാ അവള് വെള്ളത്തിൽ തള്ളിയിടാൻ പോണ്, നാളെ മിക്കവാറും വെള്ളത്തിൽ തള്ളിയിടും. അല്ല, സീരിയൽ കാണാനിരിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റും അവര് എക്സ്പെക്ട് ചെയ്യണതും ഈ പറയുന്ന സംഭവങ്ങൾ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് ആൾക്കാർക്കും സത്യം പറഞ്ഞ. ഇപ്പൊ ഞാൻ പറയില്ലേ, നമ്മുടെ ഇവിടെ ഇപ്പൊ കറണ്ട് പോയില്ല, എന്താണത് അപ്പുറത്ത് വിളിക്കുക, ചേച്ചി കറണ്ട് ഉണ്ടാ നോക്കുമ്പോ ഇല്ലല്ലോ കറണ്ട് ഇല്ല, രക്ഷപ്പെട്ട് അവിടെ ഇല്ല, ഒരു സമാധാനമില്ല എന്ന് പറയണ പോലെയാണ്. ഈ മൊത്തത്തില് ഇത് ഈ ചേരുവകളും കാര്യങ്ങളും നമ്മളുടെ
കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളെപ്പോഴും അപ്പുറത്ത് എന്ത് നടക്കുന്നു അതാണ് നമ്മളെപ്പോഴും നോക്കുന്നത്, അല്ല നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതല്ല. സീരിയലും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. നീ ഇപ്പൊ ഈ പറഞ്ഞു എന്ന് പറഞ്ഞ എന്റെ വർക്ക് ഇല്ലാണ്ടാക്കരുതിട്ടാ പറഞ്ഞേക്കാം. സിനിമ മോഹൻ നവീൻ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? എങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നോ? സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം എത്ര വിളിക്കാറുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ല ഞാൻ വിളിക്കാറുണ്ട്, ഓ അവര് വിളിക്കാറുണ്ടല്ല, ഞാൻ ഒരുപാട് വിളിക്കാറുണ്ട്. പക്ഷെ ഈ പറയുന്ന മോനെ ഇപ്പൊ പറഞ്ഞ തമാശ ഏറ്റു കൊറേ നേരെ പാവം വിതുമ്പുകയായിരുന്നു. ഒരു എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടല്ലേ, എന്തെങ്കിലും പറയുന്നു ഇവിടെ ഇവിടുന്ന് സിനി വരെ ചിരിച്ചു ആ കൗണ്ടർ കേട്ടിട്ട്. അല്ല അതുകൊണ്ടല്ല, ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം പരിചയമുള്ള ആക്ടേഴ്സ് ഒക്കെ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ള ഫ്രണ്ട്സ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുള്ള ആൾക്കാർ. അപ്പോ ആഗ്രഹമുണ്ട്, നല്ല കഥാപാത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നല്ല, ഓടും. അപ്പൊ ഞാൻ ചേട്ടാ ഒരേ സമയത്ത് ഒരു സിനിമയും വന്നു, അതേപോലെ തന്നെ ഒരു സീരിയലും വന്നു, ഏതായിരിക്കും ഇനി നവീൻ ചൂസ് ചെയ്യുന്നുണ്ടാവുക? ഇനിയിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമ തന്നെ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യണം. ഇത്രയും നാളും നവീനെ ഇത് തന്നത് ഫുൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് സീരിയലായിരുന്നു. അല്ല, സീരിയലുകാര് വേറൊരു കാര്യത്തിൽ, ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമക്കാണെന്നുണ്ടെങ്കിൽ അവര് അലൗ ചെയ്യും, സമ്മതിക്കും. കഥ നമുക്ക് സ്പോട്ടിലല്ല, ഇപ്പൊ നമ്മൾ നേരത്തെ പറയുക, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ നേരത്തെ അവരോട് പറയുക, സ്ക്രിപ്റ്ററോട് പറയുക, ഞാൻ അടുത്ത ഷെഡ്യൂള് ഇത്ര ദിവസം ഉണ്ടാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ച്, ഞാനപ്പോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർക്ക് പോയി, അല്ലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, കഥാപാത്രത്തിന് അവര് മാറ്റിക്കോളും. അത് എപ്പോഴും പറ്റില്ല. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വേണം എന്നുള്ള ഒരു ഇതിലാണെങ്കിൽ ചിലപ്പോ സമ്മതിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ന് പറയണം, അല്ല എനിക്ക് വന്നിട്ടുണ്ട് അവസരം വന്നിട്ടുണ്ട്. ദിലീപേട്ടനെ എനിക്ക് ഒന്ന് രണ്ട് മായാമോഹിനി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു ദിലീപേട്ടന്റെ കൂടെ അഭിനയിച്ച. അങ്ങനെ ഞാനൊന്ന് സംസാരിച്ച് ദിലീപേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കണോട്ട്. അതിന് ഒന്ന് രണ്ട് പടത്തിൽ നിന്ന് ദിലീപേട്ടൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ 2-3 സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പോവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ദിലീപേട്ടനെ പോയി കണ്ടായിരുന്നു. അന്ന് വില്ലാളി വീരൻ എന്ന് പറഞ്ഞ സിനിമയില് റിയാസ് ഖാന്റെ അനിയനായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തായിരുന്നു. ദിലീപേട്ടൻ വഴിയാണ് അത് കാസ്റ്റ് ചെയ്തത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ല, അന്ന് സീരിയൽസിന്റെ ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിങ്ങിൽ ഇവിടുത്തെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ലൊക്കേഷനിൽ ചെന്ന് ദിലീപേട്ടനെ കണ്ട് ഞാൻ ചേട്ടാ ഇതാണ് കാര്യം, വരാൻ പറ്റാതെ. അപ്പൊ ഞാൻ പറഞ്ഞു, വിളിച്ചപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ക്ലൈമാക്സിൽ എനിക്കൊരു ചെറിയ വേഷം തന്നു പുള്ളി. നീ ചെയ്യും, ഞാൻ എന്തായാലും വിളിച്ചല്ലേ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും സന്തോഷമാണ് പറഞ്ഞാൽ അതിൽ ആ ക്ലൈമാക്സിൽ ഒരു തീവ്രവാദി ക്യാരക്ടർ ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ഈ വീട്ടില് നമ്മൾ എന്തൊക്കെയാ കാണാനുള്ളത്? ഇതെന്താ അവിടെ ഒന്നും ഇല്ലല്ലോ? അവിടെ പ്രാവായിരുന്നു, ഇഷ്ടം പോലെ പ്രാവായിരുന്നു. അത് ഈ പറയുന്ന പോലെ പാമ്പ് പിടിച്ചു ആണല്ലേ, അല്ലേ? പൂച്ച പിടിച്ചു, പാമ്പൊന്നുമല്ല, പൂച്ച പിടിച്ചത്. പൂച്ചല്ലേ പറയണതേ, നിന്റെ അച്ഛൻ പറയണ കാര്യങ്ങളെ. അല്ല എനിക്ക് അറിയില്ല, എന്നോട് ചോദിക്കുകയും ചെയ്ത് എന്തെങ്കിലും പറയാൻ വേണം, എന്താണ് വേണ്ടത്? പ്രാവിനെ പൂച്ചയാണ് കൊന്നിട്ടുണ്ടാവും. മാവ് കണ്ടായിരുന്നു, മാവ് കണ്ടു, മാങ്ങ കണ്ടു. അതെ, മാങ്ങ ഉണ്ടാക്കണുണ്ടോ? ഇത്ര ഭംഗിയുള്ള മാങ്ങ കണ്ടോ? നിങ്ങൾ ഒരു മാങ്ങയെങ്കിലും അതിൽ നിന്ന് കഴിച്ചോ? സിമെന്റ് കൊണ്ടുണ്ടാക്കിയ മാങ്ങയാണത്. പല്ല് പോലെ കഴിച്ചു. അതായത് ചില മാവില് മാങ്ങ ഉണ്ടായില്ലെങ്കിൽ നമ്മള് ഒരു ഇതുപോലെ ഇതിനെ കളിയാക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ കണ്ട. അതാ പറഞ്ഞ നമ്മള് മനുഷ്യരെയും ഇതുപോലെ തന്നെ വൃക്ഷങ്ങളെയും നമ്മൾ കളിയാക്കരുത്. കണ്ടല്ല, ഇത് എന്തോ ചിരിക്കണ്ടല്ലോ, എന്തോ ആലോചിച്ചിട്ട്. സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ മാങ്ങയാണ്, പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് ഫാദർ ഉണ്ടാക്കിയതാണ്. അതെന്താ കാര്യം വെച്ചാൽ ചില മാവ് ഇതുപോലെ പൂക്കാത്ത മാവ് കാര്യങ്ങളൊക്കെ ഉണ്ടായ പുള്ളി എവിടെന്നാ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. സംഭവം സെറ്റ് ചെയ്ത് മാങ്ങ ഉണ്ടായതില് ചോദിച്ചു നോക്കൂ. തോന്നുന്നുണ്ടോ എന്തൊരു ഒറിജിനൽ ആയിട്ടാ നിക്കണേ? അത് എന്റെ ഫാദർ അല്ലേ, ക്രിയേറ്റിവിറ്റി ഭയങ്കര ഒറിജിനൽ ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ ഫാദറും അപ്പുവാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നോക്കുന്നത്. ഇവിടെ തന്നെ വന്നാ മതി കേട്ടോ, ഈ അച്ഛന്റെ കൂടെ മോൻ ക്രിയേറ്റീവ് സൈഡ്. ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. സീസൺ അല്ലല്ലോ ഇപ്പൊ. എന്തൊക്കെയാണ്? അമ്പഴങ്ങയുണ്ട്, മാങ്ങയുണ്ട്, നീലമുളകുണ്ട്. ആ മുളക് തന്നെ പല ആ ടൈപ്പ് മുളകുകളൊക്കെ ഉണ്ടോ, വയലറ്റ് കളറിലെ മുളകും റെഡ് കളറിലെ. പിന്നെ വേറെ സാധനം മാജിക് ഫ്രൂട്ട്, മാജിക് ഫ്രൂട്ടോ, മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക് മധുരിക്കും. നമ്മളെ പഞ്ചസാര എന്ന് കഴിഞ്ഞാൽ മറ്റേ ചരല് കടിച്ചു തിന്നണ പോലെ ഇരിക്കും.
അതെന്തേ മിറാക്കിൾ ഫ്രൂട്ട് എവിടെ മിറാക്കിൾ ഫ്രൂട്ട് എവിടെ കാണിച്ചു കൊടുക്ക്. കാണിച്ചെന്നെ എവിടെയാണ് മിറാക്കിൾ ഫ്രൂട്ട്? അവിടെ ഉണ്ട്. ഇതൊക്കെ അങ്കിൾ എവിടെന്ന് വാങ്ങിച്ചോണ്ട് തന്നെ? ഇത് പുള്ളി എവിടെന്നാ വാങ്ങിച്ചോണ്ട് വന്നെന്ന് അങ്കിളിന് മാത്രമേ അറിയുള്ളൂ. അങ്കിളിന് മാത്രമേ ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഓ ഇതിനകത്തുണ്ടല്ലോ കിളി. ആ ഇതാ ലവ് ബേർഡ്സ് ഉണ്ട് കുറച്ച്. ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട്. നമുക്ക് ഇറങ്ങാം. വാ വാ വരൂ. അപ്പു കാണിച്ചു കൊടുത്തു. അപ്പു വാ വാ നമുക്ക് ആ ഏരിയയിലോട്ട് മതി. ഈ മാങ്ങയും പിടിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ആ മാങ്ങയുടെ അടുത്തോട്ട് പോവാം. വരൂ. പിന്നെ മാങ്ങാന്ന് പറഞ്ഞിരിക്കണോ? അത് എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര ഭംഗിയായിട്ട് അങ്കിള് ചെയ്തിരിക്കുന്നത്. ഏത് ഇതാണോ മിറാക്കിൾ ഫ്രൂട്ട്? ഇതല്ല മിറാക്കിൾ ഫ്രൂട്ട്. ഇത് മുളക് കണ്ടാ. ഇത് അല്ല ഞാൻ വിചാരിക്കുന്നത് ഇത് എന്താന്ന് മിറാക്കിൾ ഫ്രൂട്ട് ഒന്ന് കാണിച്ചു കൊടുത്ത. അപ്പു ഇതെന്താ ഇങ്ങനെ മുളക് ഈ കളറിലൊക്കെ? അത് കഴിച്ചു നോക്ക്. പറഞ്ഞു പൊട്ടിച്ചെടുത്ത് കഴിക്കേ. എരിവില്ല. ഏത് വേണ? റെഡ് വേണോ ഇത് വേണോ? വയലറ്റാ? വയലറ്റ് എടുത്ത് വലുത് തന്നെ എടുത്തിട്ടുണ്ട്. മോൻ കഴിച്ചേ. കഴിച്ചോ? എരിവില്ല. ചെറുത് എരിവുണ്ട്. അയ്യോ പാവം കുഞ്ഞിനെ കൊണ്ട് കഴിപ്പിച്ചു. മോൻ വെള്ളം കുടിക്കാൻ പാ പോവാ. എരിവുണ്ടോ? എന്റെ ശിവനെ എരിക്കണ്ടോ? നമുക്ക് പെട്ടെന്ന് താഴേക്ക് പോവാ. വെള്ളം കുടിക്കാൻ എരിവാകി ഞാൻ കഴിക്കാതിരുന്നത്. പാവം കുട്ടി അവൻ നിക്കുന്നുണ്ടോ? മോനെ പൊയ്ക്കോ. നമുക്ക് താഴേക്ക് പോവാം. അതെ പാവം ഭാഗ്യം ഞാൻ കഴിക്കാതിരുന്നത്. വരൂ ഇനി നമുക്ക് താഴേക്ക്. അങ്ങനെ കുറെ ചെടികളുണ്ട്. കുറെ ചെടികൾ കണ്ടു. ഒരു നഴ്സറിയിൽ പോയ പോലെ ഉണ്ട്. നിറയെ ചെടികൾ. രമ്യ ഇവിടെ വരുമ്പോഴ സത്യം പറഞ്ഞു ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആവുന്നത്. രാത്രി നമ്മള് ഇവിടെ വന്നിരുന്ന് രണ്ട് ആലോചനയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ അല്ലേ? ഒരു ഭയങ്കര ഒരു റിലാക്സ്ഡ് ഫീൽ. കുറെ ലവ് ബേർഡ്സ് ഉണ്ട് കാര്യങ്ങള്. പിന്നെ ഒരു മുളയുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ കേറി ഈ എന്താ ചെടികൾ മാത്രമാണ് താഴെയൊക്കെ. എന്നിട്ട് പച്ചക്കറിയൊക്കെ വെക്കണ്ടോ നിങ്ങള്? ഇതാണ് മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി. ആണോ? അപ്പൊ വാ ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. നമുക്ക് കാണാം. പക്ഷെ ഇതാണ് ചെടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടി എന്ന് പറയപ്പെടുന്നത്. അതെ പറയപ്പെടുന്നത്. അതിൽ നിന്നുണ്ടാവുന്ന ആ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കയ്പുള്ളതും അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും മധുരിക്കുന്നല്ല കിട്ടില്ല. അത് നമുക്കിപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലുമ്പം പുളി കഴിച്ചാൽ മധുരിക്കും. പുളി കഴിച്ചു കഴിഞ്ഞാൽ മധുരം വരും. മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്യില്ല. ആണല്ലേ? അതാ ഞാൻ പറഞ്ഞ പഞ്ചസാരൊക്കെ നമ്മുടെ വായിലിട്ട് കടിച്ചിട്ടുണ്ടെങ്കിലേ ഇതാണ് നമ്മുടെ ഇവിടെ കഷ്ടപ്പെട്ട്. ഇതാണ് സിമെന്റിന്റെ മാങ്ങ. പൊട്ടിച്ചെടുത്ത് കഴിക്കല്ലേ? സിമെന്റ് ആണ്. അല്ല പക്ഷെ അങ്കിൾ എത്ര ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആന്റി പറഞ്ഞത് ഇത് ഒറിജിനൽ ശരിക്കുള്ള മരം തന്നെ. എന്നിട്ട് ഈ മരത്തിൽ ഉണ്ടാവുന്നതേ ഉണ്ടായിരുന്നില്ല. പൂക്കളെ ഉണ്ടാവില്ല, കായ്കളൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്കിള് ഈ ചെടീനെ കളിയാക്കുന്ന വണ്ണം ഇങ്ങനെ കൊണ്ടേ ഉണ്ടാക്കി ഇട്ടതിന് ശേഷം ശരിക്കും ഇതില് മാങ്ങകൾ ഉണ്ടാവാൻ തുടങ്ങി. ഇതാ ശരിക്കും ഇപ്പോൾ മാങ്ങകൾ ഉണ്ടാവാൻ തുടങ്ങി, പൂക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ? അല്ല നമ്മള് ചെടിയുടെ അടുത്ത് പറയും നീ എനിക്ക് എത്ര നാളെ നിനക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നു, നീ എന്നെ സംസാരിക്കണം എന്ന് പറയും. നീ എനിക്ക് പൂവും തരുന്നില്ല അല്ലെ ഫ്രൂട്ടും തരുന്നില്ല, ഞാൻ നിന്നെ കട്ട് ചെയ്ത് കളയും, ഭീഷണിപ്പെടുത്തില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഫലം തരും എന്നാണ്. അത് ശരിക്കും അത് എന്റെ വീട്ടിലും ഒക്കെ സെയിം ആണ്. അച്ഛനും അമ്മ അവരെ ചെയ്യുമ്പോ പറയാറുണ്ട് സെയിം സാധനം. ഇപ്പൊ ഇത് പൂത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും മാവ് ഉണ്ടാവും. അപ്പോൾ അതിലിപ്പോ അങ്കിൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മാങ്ങകളൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷ് കുറെ മാങ്ങകൾ ഉണ്ടാവട്ടെ. ഓ അത് നമ്മുടെ ശരിക്കുള്ള മാവ്. അമ്പഴങ്ങ ഉണ്ടല്ലോ ഇവിടെ. അമ്പഴങ്ങ ഉണ്ട്. ഓക്കെ ആന്റി ഇവിടെ പച്ചക്കറികളൊന്നും നിങ്ങൾ വെച്ചിട്ടില്ല അല്ലേ? താഴെയൊന്നും ഇല്ല. ഇപ്പൊ ഇല്ല. ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്പഴങ്ങ ഉണ്ട്. അമ്പഴങ്ങ നമ്മള് ഇനി എന്താ പറയണ്ട അടുത്ത ഇനി എന്താണ് അപ്പൊ ഇവിടെ വെക്കാൻ പോകുന്നത്? അതിലുണ്ടാ ചൈനീസ് ഓറഞ്ചോ? അത് ചൈനീസ് ഓറഞ്ച്. ഇല്ല അതിലൊക്കെ ആവട്ടെ. ഓറഞ്ച് ആവുമ്പോൾ നമുക്ക് വന്ന് കഴിക്കാം. നല്ല രസം കഴിക്കാൻ. മരുന്നടിക്കാത്ത നല്ല ഫ്രഷ് സാധനങ്ങള്. ഓക്കെ അങ്ങനെ നമുക്ക് അങ്കിളിന്റെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് വീണ്ടും താഴേക്ക് നമുക്ക് പോവാം. എന്തായാലും കൊള്ളാം. അങ്കിളിന്റെ അടുത്ത് പ്രത്യേകം ഞങ്ങളുടെ അന്വേഷണം പറയണം. ഗ്രേറ്റ്.
ഐഡിയ അതെ 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 അങ്ങനെ നല്ല എരിവുണ്ട് കേട്ടോ മറ്റേ മുളകിന്. നവീൻ എന്തോ നവീന് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കൊറേ നാൾ അവിടെ പോയി നിന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേ എറണാകുളത്തേക്ക് വരുമ്പോ വെണ്ണലയിലെ വീട്ടിലേക്ക് ആദ്യം പോവാനാണ് ഇങ്ങോട്ട് വരാനാണോ എനിക്ക് തോന്നുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യമേ പറയാവുള്ളൂ. ഇങ്ങോട്ട് വരണത് തന്നെയാണ് ഇഷ്ടം. ആണോ? പക്ഷെ ഞാൻ വെണ്ണല വീട്ടിലേ പോകുള്ളൂ. അതെന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത് അങ്ങനെ ശീലിച്ചു പോയി. വണ്ടി റൂട്ട് അങ്ങോട്ട് അറിയാണ്ട് വണ്ടി അങ്ങ് എന്തോ ഇങ്ങോട്ട് വന്ന് ഞാൻ പിന്നെ തിരിഞ്ഞ് പോവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മുടെ കൊച്ചിയില് തമ്മനത്ത് ഇപ്പൊ നിക്കുന്നത് കൊച്ചിയിലാന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല. ഒരു ഗ്രാമത്തിൽ നമ്മള് അതുപോലെ ഒരു ഒച്ചയും ബഹളങ്ങളും ഒന്നും ഇല്ലാണ്ട് ശരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങളിപ്പോ ശരിക്കും മിസ് ചെയ്തത് അങ്കിളിനെയാണ്, നമുക്ക് കാണാൻ പറ്റിയില്ല. കുറേ കേട്ടു. അപ്പൊ അങ്കിളിന്റെ അടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയാം. അപ്പോൾ ആന്റി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഇനിയും മോന്റെ സീരിയൽ ഇങ്ങനെ തന്നെ ഇരുന്ന് കണ്ട് സിനി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രിഗോറിയലിലെ ടീച്ചറും കൂടെയാണ് സിനി. പിന്നെ ഒരു മോളുണ്ട്, മോളെ ഞങ്ങൾ മിസ് ചെയ്തു. മോളെ നമുക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല, നേഹ. അപ്പൊ മോളെ കാണാൻ പറ്റിയില്ല, ഇദ്ദേഹത്തിനെയാണ് കാണാൻ പറ്റിയത്. അപ്പൊ കുട്ടവൻ. അപ്പോൾ ശരി നവീൻ, താങ്ക് യു സോ മച്ച്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ്. ഇനിയും സീരിയൽ ഉള്ളിടത്തോളം നവീൻ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യണം. താങ്ക് യു. അപ്പൊ ശരി, കാണാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.